ജീവിതം എങ്ങനെയുണ്ടായിരുന്നു? എന്ത് തോന്നി? കണ്ടിട്ട് എന്ത് തോന്നി? അതിനകത്തുനിന്ന് ഞാൻ ഭയപ്പെട്ടതിനേക്കാളും ഭയപ്പെടുത്തരുത്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വെരി ഡിഫിക്കൽട്ട്. ഇപ്പൊ പ്രതികരണങ്ങളൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട്? ബിഗ് ബോസിൽ ഇങ്ങോട്ട് ഫ്ലൈറ്റ് കയറുന്നതിന്റെ കുറച്ച് മുന്നേ എനിക്ക് ഫോൺ കിട്ടിയത് കുറച്ച് ചാർജ് ചെയ്തിട്ടാണ് കിട്ടിയത്. നമ്മുടെ കാര്യങ്ങളൊന്നും അധികം അറിഞ്ഞില്ല. ഇവിടെ ഇറങ്ങിയിട്ട് എത്തിയിട്ട് വേണം എല്ലാ കാര്യങ്ങളും മര്യാദയ്ക്കൊന്നും അറിയാൻ. അങ്ങനെയൊന്നും ഞാൻ ഒന്നും ചിന്തിച്ചിട്ടൊന്നുമില്ല. ഒന്ന് ബാക്കിലേക്ക് ഇറങ്ങിയെന്നാ പുള്ളിക്കാരി കംഫർട്ടല്ല. പുള്ളിക്കാരി കംഫർട്ടല്ല. വെച്ചിട്ട് ബാക്ക് ഇറങ്ങി ഞാൻ അതിനകത്ത് നിന്നപ്പോൾ ഞാൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു. എല്ലാരും ചോദിക്കായിരുന്നു എങ്ങനെയാണ് ഞാൻ ഓരോ എഡിക്ഷനിലും ഇങ്ങനെ പക്ഷേ ഈ മുന്നേ നിൽക്കുന്ന ഇയാളെന്നെ മാറി എന്റെ ആഗ്രഹം ഋഷി കപ്പടിക്കണം എന്നാണ്. എനിക്ക് ഋഷി കപ്പടിക്കണം എന്നാണ് ആഗ്രഹം. പിന്നെ ജാസ്മിനുമായിട്ട് കുറെ ഭയങ്കര ഒരു മൈൻഡ് ഗെയിമറാണെന്ന് മൊത്തത്തിലൊരു ഇതുണ്ട്. അതിന്റെ രഹസ്യം എന്താണ്? ഞാനോ പുറമെ മൈൻഡ് ഗെയിമർ എന്നുള്ളൊരു പട്ടം തന്നിട്ടുണ്ട്. ഞാൻ മറ്റേ CID മ്യൂസിയിൽ ദിലീപേട്ടൻ വന്നിട്ട് ബോംബ് ബ്ലാസ്റ്റ് ചെയ്യുമ്പോൾ ഇത് പറയാനാണ് ഞാൻ വന്നതെന്ന് പറയില്ല, അതുപോലെ പറയേണ്ടി വരും. ഒബ്സർവേഷൻ സ്കിൽസ് ഉണ്ടോ? ഞാൻ ആക്ച്വലി ആദ്യമേ ഒബ്സർവ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞു തന്നെ. ഞാൻ കുറെ കഴിഞ്ഞപ്പോഴായിരിക്കും കുറെ ദിവസത്തെ ഇത് വെച്ചിട്ട് അങ്ങനെ ഞാൻ വേണമെന്ന് വെച്ച് ഒബ്സർവ് ചെയ്തിട്ടൊന്നുമില്ല. അല്ല, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുക, എല്ലാവരോടും ചിരിച്ച് സംസാരിക്കുക, എല്ലാവരും ഒരു സുഹൃത്തിനെ പോലെ കാണുക. പക്ഷെ അത് ബിഗ് ബോസ് എന്ന ഗെയിം ഷോനെ പല രീതിയിൽ ബാധിക്കില്ലേ? ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഞാൻ പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ല. എന്നെ അറിയുന്ന ആൾക്കാരോട് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ തന്നെയാണ്. പിന്നെ അല്ല, ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒറിജിനൽ എന്നുള്ള രീതിയിലാണല്ലോ. ഞാനായിട്ട് നിൽക്കണമെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും. അകത്ത് അതല്ലാതെ ആൾക്കാരുണ്ടോ ഫേക്കായിട്ട് കളിക്കുന്ന അല്ലെങ്കിൽ ഗെയിം കളിക്കുന്ന? ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ഞാൻ ഇനി ഇറങ്ങി കഴിഞ്ഞിട്ടും അവരെ പറ്റി എന്തിനാ പറയണത്. മൊത്തത്തിൽ ഒരു ടോക്ക് ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര അൺഫെയർ ആയിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ വിഷ്ണു പോയതുപോലെ അത്രയും സ്ട്രോങ് കണ്ടസ്റ്റന്റ് ഇത് പലർക്കും വേണ്ടിയിട്ട് അങ്ങനെ ഒരു എവിക്ഷൻ നടത്തിയതാണെന്നൊക്കെ പല ടോക്സും വരുന്നുണ്ട്. അതിനോടുള്ള ഒരു പ്രതികരണം എന്താണ്? എനിക്കറിയില്ല. ഞാൻ ഒന്ന് പുറത്തിറങ്ങി ഇതെത്തിയിട്ടല്ലേ ഉള്ളൂ. ഫുൾ കണ്ട് എന്തൊക്കെയാ നടന്നത് എല്ലാം എനിക്ക് ശരിക്കും മനസ്സിലായാലും എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. ഒന്നും അറിയാതെ നല്ല ആരാധക പിന്തുണ താങ്കൾക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചോദിക്കാൻ കാരണം ഏതൊരു ആർട്ടിസ്റ്റ് അടുത്ത് അല്ലെങ്കിൽ സെലിബ്രിറ്റീസിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ അൻസിബയുടെ പേരാണ് കൂടുതൽ അവർ സംസാരിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ദൃശ്യം കഴിഞ്ഞിട്ട് എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വരവേൽപ്പെടുന്നത്. ദൃശ്യം 1 കഴിഞ്ഞിട്ട് ഇപ്പോൾ 10 വർഷം കഴിഞ്ഞ് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഇതൊക്കെ. അതൊക്കെ നിങ്ങളെല്ലാവരും തന്നതിൽ ഒരുപാട് നന്ദി. ഞാൻ ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളായിരുന്നു. പിന്നെ എല്ലാവരും അത് യൂസ് ചെയ്യാൻ തുടങ്ങിയെന്നേ ഉള്ളൂ. ആദ്യം എനിക്ക് തോന്നുന്നത് മറ്റേ പരദൂഷണം അത് ഇതെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. അപ്പോൾ അത് അഭിഷേകം വന്ന് ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് അപ്പം തൊട്ട് വിഷമമായിരുന്നു. അപ്പം ഞാൻ ഋഷിൻ്റെ അടുത്ത് പറയണടാ ഇങ്ങനെ പറയണടാ എനിക്ക് പോകണം. പിന്നെ ഞാൻ ഋഷി എൻ്റെ അടുത്ത് ചൂടാവും അങ്ങനെ പറയരുത് പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ ഋഷി ഇല്ലാത്ത ഒറ്റയ്ക്ക് പോയിട്ട് ക്യാമറയിൽ നോക്കിയിട്ട് ഞാൻ ആദ്യമായിട്ട് ക്യാമറയോട് ഇൻട്രാക്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. ഒന്ന് പറഞ്ഞു വിടുമെന്നൊക്കെ. എന്തായിരുന്നു പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു ഫീൽ എന്തായിരുന്നു? ഇത്ര നാൾ അവിടെ ജീവിച്ചു, ഫോണില്ല, ഫ്രഷ് എയർ. ഇപ്പോൾ ലൈഫിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആരോടെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അവരെ പിന്നെ കാണില്ല, അവോയ്ഡ് ചെയ്യാണ് പതിവല്ലേ. അതിനകത്ത് അങ്ങനെയല്ല. പ്രശ്നം ഉണ്ടെങ്കിലും പ്രശ്നം ഇല്ലെങ്കിലും വീണ്ടും അവരെ തന്നെ കാണണം, അവരെ കൂടെ തന്നെ ടാസ്ക് ചെയ്യണം, അവരെ കൂടെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. അപ്പോൾ ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ ഒരു ദേഷ്യം വെച്ചുകൊണ്ട് പെട്ടെന്ന് എനിക്ക് സ്നേഹത്തിൽ പെരുമാറാനുള്ള കഴിവ് എനിക്കില്ല. അത് ചിലപ്പോൾ എൻ്റെ തെറ്റായിരിക്കും. ജാസ്മിനെ ടാർഗറ്റ് ചെയ്തപോലെ തോന്നി എപ്പോഴും? ഞാൻ ആരെയും ടാർഗറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഒരിക്കലും അങ്ങോട്ട് പോയി ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് ആരും കണ്ടിട്ടുണ്ടാവില്ല. എൻ്റെ അടുത്ത് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ സഹിക്കും. അവസാനം ഞാൻ എന്തെങ്കിലും പറയും. ഈ അർജുൻ ശ്രീതു പ്രണയം ഭയങ്കര രീതിയിൽ പുറത്തും അകത്തും ചർച്ചയായിരുന്നു. അതിനെക്കുറിച്ച് അതങ്ങനെയാണോ എന്ന് പോലും എനിക്കറിയില്ല. അവർ ഫ്രണ്ട്സാണ്.
ഓക്കെ. ജാസ്മിന്റെ ഗബ്രിയുടെ പ്രണയം ഉണ്ടായതോ അത് ഭയങ്കര ചർച്ച, അതിലും വലിയ ചർച്ചയായ കാര്യമായിരുന്നു. അത് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ അവിടുന്ന് എൻ്റെ കമൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം ഞാൻ അതിനകത്തുനിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഗബ്രി പോയത് ജാസ്മിൻ ഒരു ഗെയിമിലേക്കുള്ള തിരിച്ചുവരവായോ? എന്തൊക്കെയാ ചോദിക്കണേ? ഓരോരുത്തരും അവർക്ക് പറ്റുന്ന രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട്. ഓക്കെ. ഇനിയിപ്പോ ആർക്കായിരിക്കും സപ്പോർട്ട് കൊടുക്കുക? ആര്, ഞാനാണോ? ഓഫ് കോഴ്സ് എല്ലാവർക്കും അറിയാം ഋഷിക്ക് തന്നെയായിരിക്കും. എന്തുകൊണ്ടായിരിക്കും ഋഷിക്ക് കൊടുക്കാൻ കാരണം ഉണ്ടായ കാരണം? ഋഷി ഞാനവിടെ കണ്ടതിൽ ഏറ്റവും ജെന്യൂൻ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്, ഏറ്റവും ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അവൻ ടാസ്ക് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അതിൽ കൂടുതൽ എന്തെങ്കിലും വേണമെന്ന് ഞാൻ കരുതുന്നില്ല. ജിൻഡപ്പനെ കുറിച്ച് 2 വാക്ക്. ജിൻഡപ്പൻ പൊളിയാ. ജിൻഡപ്പൻ ഫേക്കാന്ന് പറയുന്നുണ്ടല്ലോ റസ്മിനൊക്കെ, മനസ്സിലാവുന്നില്ല ആളുടെ. അത് ഞാനും പറയാറുണ്ട്, എനിക്ക് ജിൻഡപ്പൻ എന്താന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പക്ഷെ ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യം, ജിൻഡപ്പൻ എന്തൊക്കെയോ കാണിക്കും, പക്ഷെ എനിക്ക് എന്തോ ജിൻഡപ്പൻ ഇഷ്ടമാണ്. അത് ഈ ജിൻഡപ്പന്റെ ഗെയിം ആണെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അത് ആ മനുഷ്യന്റെ ഒരു ക്വാളിറ്റി ആയിരിക്കും. ഒരു ക്വാളിറ്റി ഇല്ലാതെ ഒരാളോട് നമുക്ക് ഇത്രയും എന്ത് ചെയ്തു കഴിഞ്ഞാലും ജിൻഡപ്പൻ്റെ അടുത്ത് ആ ദേഷ്യം എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ചിലപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പിണങ്ങിയിട്ടുള്ള ജിൻഡപ്പൻ്റെ അടുത്തായിരിക്കും. പക്ഷെ ഞാൻ വീണ്ടും ഇണങ്ങും, എന്താണെന്ന് എനിക്കറിയില്ല. അത് ചിലപ്പോൾ ആ മനുഷ്യൻ്റെ ക്വാളിറ്റി ആയിരിക്കും. ഇത്രയും നോമിനേഷൻസിൽ പുറത്തു പോകാതെ പിടിച്ചു നിന്നു. അത് ഞാൻ നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുന്നത്. കാരണം എനിക്കറിയില്ല, ഓരോ പ്രാവശ്യം ഞാൻ അന്തം വിട്ടെന്ന് ഞാൻ എവിക്റ്റ് ആയില്ലേ അതെന്താ. അപ്പോൾ അതിനകത്ത് സായിയൊക്കെ ഇടയ്ക്ക് ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട് ഇതറിയാൻ. അതേപോലെ തന്നെ എനിക്ക് നല്ല ക്യൂരിയോസിറ്റി ഉണ്ട് ഇതാണ്. ഈ ജാസ്മിൻ എല്ലാ പരിപാടിക്കും അല്ലെങ്കിൽ എല്ലാവരും ഗെയിമിലൊക്കെ ഇടപെടുക എന്നുള്ള രീതിയിൽ തോന്നുന്നുണ്ടോ? എന്താണ് ഞാൻ വിശദമായിട്ട് അൻസിബ സംസാരിക്കുന്നതിന്റെ ഇടയിൽ കയറി അവള് പറയുന്നു അല്ലെങ്കിൽ ജാസ്മിൻ സംസാരിക്കുന്നു എന്നുള്ള രീതിയിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, എൻ്റെ ഇടയിൽ കയറി ആര് സംസാരിച്ചാലും എനിക്ക് ഇറിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ പറയും ഞാൻ സംസാരിക്കുന്നു. അൻസിബ ഋഷി ഭയങ്കര വിശ്വസ്തനായിട്ടല്ലോ, ഇനിയിപ്പോൾ ഋഷിയുടെ വിശ്വസ്തരായിരിക്കും. ഋഷി ഞാൻ പിന്നെ അഭിഷേക് വന്നപ്പോൾ ഞങ്ങൾ അഭിഷേകുമായിട്ട് കൂട്ടായിട്ടുണ്ടായിരുന്നു. അഭിഷേകും ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരാളാണ്. ബിഗ് ബോസ് എന്ന പാഠം എന്തായിരിക്കും? ഒരുപാട് ലെസൺസ് ഉണ്ട്, ഒരുപാട് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സ്ഥലത്ത് പറയണം. പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഖേദിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ എന്തെങ്കിലും അങ്ങനെ പറയണം എന്ന് തോന്നണ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ ഒന്നുമില്ല. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം എന്തെങ്കിലും പറയാമായിരുന്നു എന്ന് തോന്നി പറയും. പക്ഷെ ഞാൻ പറയേണ്ട കാര്യങ്ങൾ ഞാൻ ബഹളം ഉണ്ടാക്കി പറഞ്ഞിട്ടില്ല. എനിക്ക് കിട്ടുന്ന ടാസ്കുകളിൽ ചെന്ന് ഞാൻ കൃത്യമായി പറയാറുണ്ട്. നോറയെ എലിമിനേഷനിൽ സേഫ് ആക്കിയത് കൊണ്ടാണോ ഇപ്പോൾ പുറത്താവേണ്ടി വന്നത്? അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. അന്നെന്താ നോറയോട് സംസാരിച്ചപ്പോൾ ഒന്നും മിണ്ടാതെ നോറയ്ക്ക് വിട്ടുകൊടുത്തതിന് കാരണം? അറിയില്ല, ഒന്നാമത് തലേ ദിവസം എനിക്ക് ഭയങ്കര ഞാൻ അൻസിബ ഫ്രൈ തോരനൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കെന്താ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. അപ്പം നോറ പറഞ്ഞപ്പോൾ ഓക്കെ. പിന്നെ എനിക്ക് വേണമെങ്കിൽ അവസാനം ബിഗ് ബോസ് ചോദിച്ചപ്പം ഞാൻ നോമിനേറ്റ് ചെയ്യുന്നു പറയാമായിരുന്നു. തോന്നിയില്ല, പറഞ്ഞില്ല. ഇപ്പോൾ എല്ലാവരും കമൻറ്റ് ബോക്സിൽ പറയുന്നതാണ് ഇപ്പോൾ ജിൻഡോൻ്റെ കളികൾ കാര്യങ്ങൾ ബിഗ് ബോസിൽ ഇപ്പോൾ ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്നത് പല ഭാഗങ്ങളും കുറവാണ്, അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്നത് കുറവാണ്. ലാലേട്ട ഇപ്പോൾ ശനി ഞായർ ദിവസങ്ങൾ വരുമ്പോൾ ജിൻഡോനെ ഇപ്പോൾ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ്. അങ്ങനെ എന്തെങ്കിലും അവിടെ ഉണ്ടോ? ജിൻഡോ ഡൗൺ ആണോ അതോ? അടിപൊളിയല്ലേ? ടോപ്പ് 5 വരെ എത്താൻ സാധ്യതയുള്ളത് ആരൊക്കെയാണ്? എനിക്കറിയില്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു ടോപ്പ് 3 ഉണ്ട്: ഋഷി, അഭിഷേക്, ജിൻഡപ്പൻ. കപ്പടിക്കോ ജിൻഡപ്പൻ? എനിക്കറിഞ്ഞൂടാ. എനിക്ക് ഋഷി കപ്പടിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ശരി, താങ്ക് യു. ഒരുപാട് നന്ദി. താങ്ക് യു. ആദ്യം വന്നിട്ട് നീ ഷോൾഡർ